നമസ്കാരം. റേഡിയോ അവതാരകൻ മൈക്കൽ സാവേജ് എഴുതിയ വംശീയ ഉള്ളടക്കമുള്ള കത്ത് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റേഡിയോ അവതാരകനായ മൈക്കൽ സാവേജ് എഴുതിയ വംശീയ വിദ്വേഷം നിറഞ്ഞ 4 പേജുകളുള്ള കത്താണ് ട്രംപ് തന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ചത്. ഈ കത്തിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകക്കുഴികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. പൗരത്വവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മൈക്കൽ സാവേജിന്റെ വീഡിയോയും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട്. ജനനമനുസരിച്ച് പൗരത്വം നൽകുന്ന അമേരിക്കയിലെ പൗരത്വ നിയമം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സാവേജ് ഈ കത്തെഴുതിയത്. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ആളുകൾ അമേരിക്കയിൽ വന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിലൂടെ അവർക്ക് ഉടനടി അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് അവരുടെ കുടുംബത്തെ മുഴുവൻ ഈ നരകക്കുഴിയിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണെന്നുമാണ് കത്തിലെ ആരോപണം. അമേരിക്കയിലെ ജനനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പൗരത്വത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നതിനിടെയാണ് മൈക്കൽ സാവേജ് കത്തിൽ ഈ പ്രയോഗം നടത്തിയത്. അമേരിക്കയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വയമേവ പൗരത്വം ലഭിക്കുന്ന രീതി കുടിയേറ്റക്കാർ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് ആരോപണം. ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഉള്ളവർ ഇവിടെ വന്ന് പ്രസവിക്കുന്നതിലൂടെ ആ കുട്ടിക്ക് ഉടൻ പൗരത്വം ലഭിക്കുന്നുവെന്നും പിന്നീട് ആ കുട്ടി വഴി അവരുടെ മുഴുവൻ കുടുംബത്തെയും അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കുന്നുവെന്നും കത്തിൽ പറയുന്നുണ്ട്. കാലിഫോർണിയയിലെ സാങ്കേതിക മേഖലയിലെ ജോലികളിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ളവർ ആധിപത്യം പുലർത്തുന്നുവെന്നും ഇതിനാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നുവെന്നും കത്തിൽ ആരോപണമുണ്ട്. ജനനത്തിലൂടെയുള്ള പൗരത്വം സംബന്ധിച്ച കാര്യങ്ങൾ കോടതികളോ അഭിഭാഷകരോ അല്ല തീരുമാനിക്കേണ്ടതെന്നും മറിച്ചൊരു ദേശീയ വോട്ടെടുപ്പിലൂടെ തീരുമാനിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുടിയേറ്റ നയങ്ങളെ പിന്തുണയ്ക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനെ കുറ്റവാളി സംഘടന എന്നാണ് സാവേജ് കത്തിൽ വിളിച്ചിരിക്കുന്നത്. അവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങൾ ആധുനിക കാലഘട്ടത്തിലെ കുടിയേറ്റ രീതികൾക്ക് അനുയോജ്യമല്ല എന്നും അദ്ദേഹം സുപ്രീം കോടതി നടപടികളുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കുടിയേറ്റക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പോലുള്ള പൊതുസേവനങ്ങൾ ചൂഷണം ചെയ്യുന്നത് നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നെന്നും കത്തിൽ പറയുന്നു. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ക്ഷേമ പദ്ധതികളിൽ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടക്കുന്നു. കുടിയേറ്റം അമേരിക്കയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ സ്വത്വത്തെ ബാധിക്കുന്നുവെന്നും സാവേജ് കുറിച്ചിട്ടുണ്ട്. വിദേശീയർക്കും അവരുടെ മക്കൾക്കും US പൗരത്വം നൽകുന്നതിനെതിരെ മുൻപും കടുത്ത നിലപാടുകൾ സ്വീകരിച്ച ആളാണ് ട്രംപ്. കാലങ്ങളായി അമേരിക്കയിൽ നിലനിൽക്കുന്ന ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് എടുത്തു മാറ്റാൻ ട്രംപ് ഭരണകൂടം നീക്കം നടത്തിയിരുന്നു. മുൻപ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിർത്തലാക്കണമെന്ന് ചൂണ്ടിക്കാണിച്ച് ട്രംപ് ഉത്തരവ് വരെ ഇറക്കിയിരുന്നു. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അമേരിക്കൻ പൗരനോ അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് അനുമതിയുള്ള ആളോ അതല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവർ ആണെങ്കിൽ മാത്രമേ കുഞ്ഞിന് US പൗരത്വം നൽകാവൂ എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ വിവിധ ഹർജികളിൽ സുപ്രീം കോടതി ഇടപെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെക്കുറിച്ച് ഒരു ആഗോള നേതാവ് ഉപയോഗിച്ച വാക്കുകൾ അത് വെറും വിവാദമല്ല, മറിച്ചൊരു രാജ്യത്തോടുള്ള സമീപനത്തിന്റെ യഥാർത്ഥ മുഖമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ നരകക്കുഴികൾ എന്ന് വിശേഷിപ്പിച്ച സംഭവത്തെ ഇത്രയും പ്രമാദമാക്കിയത് രാഷ്ട്രീയ ഭാഷയുടെ അതിരുകൾ കടന്ന ഒരു അവഹേളനമായാണ് ലോകം മുഴുവൻ വിലയിരുത്തുന്നത്. ജനാധിപത്യവും സാംസ്കാരിക വൈവിധ്യവും സാമ്പത്തിക വളർച്ചയും കൊണ്ട് ലോകത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടിയ ഒരു രാജ്യത്തെ ഇങ്ങനെ വിളിക്കുന്നത് വെറും രാഷ്ട്രീയ പ്രസ്താവനയല്ല, അത് ഒരു മനോഭാവത്തിന്റെ പ്രകടനമാണ്. എന്നാൽ ഇവിടെ ഉയരുന്ന ചോദ്യം വളരെ ഗൗരവമേറിയതാണ്. ഒരു ആഗോള നേതാവ് തന്റെ ആഭ്യന്തര രാഷ്ട്രീയ ലാഭത്തിനായി മറ്റു രാജ്യങ്ങളെ ഇങ്ങനെ അവഹേളിക്കാൻ പാടുള്ളൂ? തെളിവുകളില്ലാത്ത ആരോപണങ്ങളും പൊതുവായ കുറ്റപ്പെടുത്തലുകളും ചേർത്താണ് ഈ പ്രസ്താവന രൂപപ്പെട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതാദ്യമായല്ല ട്രംപ് ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുന്നതും അല്ലെങ്കിൽ നടത്തുന്നതിനെ പുകഴ്ത്തുന്നത്. മുൻപും വിവിധ രാജ്യങ്ങളെയും സമൂഹങ്ങളെയും ലക്ഷ്യമിട്ട് വിവാദപരമായ ഭാഷ ഉപയോഗിച്ചതിന്റെ ചരിത്രം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇത്തവണ വിഷയം കൂടുതൽ ഗൗരവമുള്ളതാണ്. കാരണം അതൊരു രാജ്യത്തെയും അതിലെ ജനങ്ങളെയും നേരിട്ട് ലക്ഷ്യമിടുന്നു. ഇത്തരം പ്രസ്താവനകൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. വർഷങ്ങളായി വളർന്നു വന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പോലും ഇത്തരം വാക്കുകൾ അനാവശ്യമായ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു നേതാവിന്റെ വാക്കുകൾ വെറും വാക്കുകൾ മാത്രമല്ല, അതൊരു രാജ്യത്തിന്റെ നിലപാടിനെയും പ്രതിനിധീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രസ്താവനകൾക്കെതിരെ ശക്തമായ വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണ്. കാരണം ലോകത്തെ നയിക്കേണ്ട നേതാക്കൾ വിഭജനം സൃഷ്ടിക്കേണ്ടവരല്ല, മറിച്ച് ബഹുമാനം കാണിക്കേണ്ടവരാണ്.